ഇന്നത്തെ CNS ദേവി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും, എടപ്പാൾ പറയുന്ന സ്ഥലത്ത്, ഞങ്ങളുടെ നാട്ടിലാണത്, എടപ്പാൾ പറയുന്ന സ്ഥലത്ത് ഒരു അമ്മ ഒരു മോളേനെ ഡ്രമ്മിൽ വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലേ? നമ്മളൊക്കെ കണ്ടില്ലേ കാഴ്ച? വാർത്തയിലെല്ലാവരും കണ്ടു. ഇന്നത്തെ കാലത്ത് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് മക്കളെ കൊന്നു പോണ അമ്മമാരെയാണ് നമ്മൾ കാണുന്നത്. കാമുകൻ്റെ കൂടെ ഒളിച്ചോടാനും ഒക്കെ ആയിട്ട് സ്വന്തം മക്കളെ കൊല്ലണ അമ്മമാരെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഈ അമ്മ എന്ന് പറഞ്ഞാൽ അത് നമുക്കൊക്കെ മനസ്സിനൊരു വേദനയാണത്, അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ കാലം കഴിഞ്ഞാൽ സ്വന്തം മകൾക്ക് ആരുണ്ടാവും? ഒരു എന്താ പറയുക, മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയാണത്. അപ്പോൾ മാനസിക വൈകല്യമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവനവൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ആരാണുള്ളത്? അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് എൻ്റെ മകളും ഞാനും നിന്നാൽ ഒരു ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടോ എന്തോ അറിയില്ല, അതൊരു അമ്മയുടെ ഒരു യഥാർത്ഥമായ സ്നേഹമാണ് അതിൽ കാണുന്നത്. അല്ലാണ്ട് ആ അമ്മേനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കുറ്റമല്ല ആ അമ്മ ചെയ്തിരിക്കുന്നത്. അമ്മ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ ഒരു സ്നേഹമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിനൊക്കെ നമുക്കൊക്കെ ഭയങ്കര വിഷമം തോന്നുന്നത് ആലോചിക്കുമ്പോൾ. കാരണം ആ അമ്മ സ്വന്തം മകളേനെ ആ ഡ്രമ്മിൽ മുക്കിയിട്ട് അങ്ങനെ കൊല്ലുമ്പോൾ ആ അമ്മയുടെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകൾ കടന്നു പോയിണ്ടാവും, അല്ലേ? സ്വന്തം മകളേനെ അങ്ങനെ ചെയ്യുമ്പോൾ. മറ്റുള്ള അമ്മമാരെ പറ്റിയല്ല ഞാൻ പറയണേ, സ്വന്തം സുഖത്തിന് വേണ്ടി മക്കളെ കൊന്നു പോണ അമ്മമാരുടെ കൂട്ടത്തിലേക്കല്ല ഞാൻ അമ്മേനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അമ്മ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് ആ മകളെ ചെയ്യുമ്പോൾ മനസ്സിങ്ങനെ എന്തുമാതിരി ആയിണ്ടാവുമെന്ന് നമ്മൾ പറയുക. പിന്നെ ഞാനും എൻ്റെ ഭർത്താവ് ഒരു കൊല്ലം മുന്നേ മരിച്ചിരിക്കുന്നു അവർ. അപ്പോൾ ഞാനും എൻ്റെ ഈ മോളും പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോൻ ഈ ലോകത്ത് ഒറ്റയ്ക്കാണ്. അതും അമ്മയ്ക്ക് ചിന്ത ഉണ്ടാവും മനസ്സിൽ. പക്ഷേ ആ അമ്മയ്ക്ക് ആ മകളെ കൊന്ന് ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടമാണ്. മകളേനെ കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ മകന് വേണ്ടി അമ്മ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരമ്മയ്ക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതാവും. കാരണം ഒരു മകളെ കൊന്ന് ഒരു സ്നേഹമുള്ളൊരു അമ്മയ്ക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ മകളുടെ കൂടെ അമ്മയും പോയി. എന്തൊരു വിഷമകരമായ ഒരു അവസ്ഥ അത്, അല്ലേ? ഇപ്പം ഈ ബുദ്ധിയോടുകൂടി ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെക്കാട്ടിലും എത്രയോ നല്ല ഒരു സ്വഭാവമാവും ബുദ്ധിമാന്ദ്യമായിട്ടുള്ള മക്കൾക്ക്. കാരണം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിലൊരു കുശുമ്പോ കുനിട്ടോ ഒന്നും ഉണ്ടാവില്ല അവരുടെ മനസ്സിൽ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം മനസ്സിന്, അല്ലേ? നമ്മളൊക്കെ അമ്മമാരല്ലേ? ഇന്നത്തെ കാലത്ത് മക്കൾക്ക് എന്താ സ്വന്തം സുഖത്തിന് വേണ്ടി മക്കളെ എന്തും ചെയ്തു പോണ അമ്മമാരെ തന്നെയാണ് അമ്മ എന്നുള്ള പദത്തിനൊരു എന്താ പറയുക, ഒരു കളങ്കം വരുത്തുന്ന രീതിയിലുള്ള അമ്മമാരെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അമ്മ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിനെയൊക്കെ വേദന തരുന്ന ഒരു അമ്മയുടെ രൂപമാണ് നമുക്ക് മനസ്സിൽ വരുന്നത്, അല്ലേ? എന്തായാലും ആ അമ്മയ്ക്കും അമ്മയുടെ മകൾക്കും അവരുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അത്രയല്ലേ നമുക്ക് പറ്റൂ. ആ മോന് പിടിച്ചു നിൽക്കാനുള്ളൊരു ശക്തി കിട്ടട്ടെ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു 2 ദിവസമായി വന്നിട്ട് അത് സംഭവം നടന്നിട്ട്, പക്ഷേ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി, അപ്പോൾ ചെയ്തു. ഓക്കെ.